നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്ത. സ്വതന്ത്രയെ പിന്തുണച്ച് പാലാ നഗരസഭാ ഭരണം ഇടതുമുന്നണി പിടിച്ചു. മായ രാഹുൽ പുതിയ അധ്യക്ഷ. കോൺഗ്രസ് വിമതരും മായയ്ക്ക് വോട്ട് ചെയ്തു. ലഭിച്ചത് 16 വോട്ട്. UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 10 വോട്ട്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോടുണ്ടായിരുന്നത് കടുത്ത വൈരാഗ്യം. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായി മൊഴി. പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്ക് പതിവ്. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന മൊഴിയും പരിശോധിക്കുന്നു. എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം വെട്ടൂർ സ്വദേശി ഷഹാൻ. ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. തൊടുപുഴയിൽ കുട്ടിയുടെ ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. അമ്പലപ്പുഴയിൽ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് സൂചന. മെസ്സി വിവാദത്തിലെ GST തട്ടിപ്പിൽ SIT ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയേക്കും. GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക നിഗമനം. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയത് 22.68 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ്. മാസപ്പടി കേസിൽ വീണ ടിക്കൊപ്പം റിയാസിനും കുരുക്കുമുറുക്കി ED. റിയാസിന്റെ സുഹൃത്തുക്കൾ ED റഡാറിൽ തന്നെ വേട്ടയാടുന്നുവെന്ന് റിയാസ്. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടെന്നും വിശദീകരണം. രാഷ്ട്രീയ പകപോക്കലിന് ശ്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. കേരളയിൽ സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും നിരവധി കേസുകൾ പിൻവലിക്കുകയാണെന്ന കാര്യം ഇതുവരെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടില്ല. ഒരു മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം UAEക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. 2 ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം. ആരോപണം നിഷേധിച്ച ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും ഉടനടി നിർത്തിവെക്കുന്നതായി UAE. ISIയുടെ കളിപ്പാവയായ ഷെഹ്സാദ് ഭട്ടി ഉപയോഗിച്ചത് ഇന്ത്യൻ യുവാക്കളെ. ഇൻസ്റ്റഗ്രാമിൽ 2.5 ലക്ഷവും ഫേസ്ബുക്കിൽ 4.5 ലക്ഷത്തിലധികവും ഫോളോവേഴ്സ്. ഉപയോഗിച്ചത് ഈ ഓൺലൈൻ ജനപ്രീതി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിരന്തരം ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇന്ത്യൻ ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടു. ലഷ്കർ-ഇ-തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സെയ്ദ് 10,000-ലധികം യുവാക്കളെ കാശ്മീരിൽ പോരാടാനായി അയച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ മതപണ്ഡിതൻ. യുവാക്കളെ കമാൻഡോകളെന്ന് വിശേഷിപ്പിച്ച മൗലാന നാസർ മദനി. ഇന്ത്യയുടെ ദീർഘകാല ആരോപണങ്ങളെ ശരിവെക്കുന്ന അവകാശവാദങ്ങൾ. വാർത്തകൾ വിശദമായി നോക്കാം. വർക്കല ഇടവയിൽ എക്സൈസ് സംഘത്തെ കണ്ട് കായലിൽ ചാടിയ യുവാവ് മരിച്ചു. വെട്ടൂർ സ്വദേശി ഷഹാനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് യുവാവ് കായലിൽ ചാടിയത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടതായും ലഹരിയിലായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തതായും എക്സൈസ് അറിയിച്ചു. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഒരാൾ പുഴയിൽ ചാടി മരണപ്പെടുന്നു, അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ലഹരി സംഘമുണ്ട്, ഒരു ലഹരി മാഫിയുണ്ട് എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? ഈ ഒരു രീതിയിൽ ഇപ്പോൾ എക്സൈസ് അന്വേഷണം നടത്തുകയാണോ? അനുശ്രീ, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കായലിലെ മങ്ങാട് കടവില സമീപത്ത് 5 യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നതായുള്ള വിവരം എക്സൈസിനെ നാട്ടുകാരാണ് അറിയിച്ചത്. തുടർന്ന് എക്സൈസ് സംഘം മഫ്റ്റിയിലാണ് ഈ സ്ഥലത്തെത്തിയത്. ഇവരെ യുവാക്കളെ നിരീക്ഷിച്ച ശേഷം എക്സൈസ് സംഘം യുവാക്കളുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. എത്തിയ സമയത്താണ് ഇവർ അപകടം മണക്കുകയും എക്സൈസ് ആണെന്ന് മനസ്സിലാക്കി ഇവർ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. ഇതിൽ 3 പേരാണ് എക്സൈസിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാനായത്. ഒരാൾ അമിത ലഹരിയിലായിരുന്നത് കൊണ്ട് തന്നെ എക്സൈസ് സംഘം ഓടിയ മറയിൽ തന്നെ ഒരാളിനെ പിടികൂടിയിരുന്നു. മറ്റൊരാളാണ് എക്സൈസിനെ വെട്ടിച്ച് കായലിലേക്ക് എടുത്ത് ചാടിയത്. കായലിലേക്ക് ചാടിയ ഷഹാൻ എന്ന യുവാവിനെ കാണാതാവുകയായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഈ ഷഹാന്റെ മൃതദേഹം കായലിൽ നിന്നും കണ്ടെത്തിയത്. ഈ രക്ഷപ്പെട്ട 3 പേരെ കുറിച്ചും വളരെ വിശദമായ അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ഈ ലഹരി സംഘങ്ങൾ സ്ഥിരമായി എത്തുന്നുവെന്നും ഇവിടെ തമ്പടിക്കുന്നുള്ള വിവരം എക്സൈസ് സംഘത്തിന് ഉണ്ടായിരുന്നു. നാട്ടുകാരും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ പോലീസിനും എക്സൈസിനും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു.
സംഘം രക്ഷപ്പെട്ട ശേഷം അവിടെ നടത്തിയ തിരച്ചിലിൽ അവിടെ നിന്നും ലഭിച്ചൊരു ബാഗിൽ നിന്നും മുഹമ്മദ് എന്ന യുവാവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ ബാഗിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഒരു ചെങ്കൽ സ്വദേശി അഭിജിത്തിന്റേതാണ് ഈ ബാഗിലുണ്ടായിരുന്ന ഒരു ID കാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾ എത്തിയിരുന്ന ഒരു കാർ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഇത് ഒരു പൂന്ത്ര സ്വദേശിയുടേതാണെന്നും എക്സൈസും പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സംഘത്തെ കേന്ദ്രീകരിച്ചും ഇവരുടെ പിന്നിൽ ഉള്ള വൻ കൈകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരി വിപണനം ഉൾപ്പെടെ നടത്തുന്ന സംഘടനയെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ പുഴയിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് കായലിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു യുവാവ് കായലിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ എക്സൈസ് സംഘത്തെ കണ്ട് ഓടുന്നതിനിടയിൽ കായലിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. ഒരാൾ മരണപ്പെട്ടു, മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഭിലാഷ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായ ഒരാളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? അമിത ലഹരിയിലായിരുന്നു അനുശ്രീ ഇന്നലെ മുഹമ്മദ് എന്ന യുവാവിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ചോദ്യം ചെയ്യലിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഈ മൃതദേഹം കൂടി കണ്ടെത്തിയ ശേഷമാണ് പോലീസ് സംഘം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഘത്തിന് പിന്നിലുള്ള ആൾക്കാരെ കൂടുതൽ സംഘം പിന്നിലുള്ള ആൾക്കാരെ എന്തായാലും കൃത്യമായും കണ്ടെത്തുമെന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും എക്സൈസ് പുറത്തുവിട്ടിട്ടില്ല. അനുശ്രീ, ശരി, എസ് അഭിലാഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അമ്പലപ്പുഴയിൽ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നു. കുട്ടി ട്രാക്കിലേക്ക് നടന്നു കയറുന്നത് കണ്ടതായാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി. ട്രെയിനിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്നും മൊഴി നൽകി. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ കുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു കയറുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടി നിന്നിരുന്ന വീട് ഈ റെയിൽവേ ട്രാക്കിനോട് അടുത്ത ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബന്ധുക്കളുടെ കണ്ണു തെറ്റിയ ഒരു സമയത്ത് കുട്ടി നടന്നു കയറിയതാകാം എന്നൊരു നിഗമനത്തിലേക്കാണോ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് അതീവ ദുഃഖകരമായ സംഭവമായിരുന്നു ഇന്നലെ വൈകിട്ട് 6 മണിയോടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഉണ്ടായത്. വളഞ്ഞുവഴി ഭാഗത്താണ് ഇത്തരത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ 1.5 വയസ്സുകാരനെ കണ്ടെത്തിയത്. വൈകിട്ട് 6 മണിയോടടുത്തായിരുന്നു അപകടം. അതായത് കുട്ടി റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിലാണ് ഉണ്ടായിരുന്നത്. അമ്മയും ഒപ്പം തന്നെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്, അമ്മ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ കുട്ടി അവിടെ രക്ഷകർത്താക്കൾ ഇല്ലാതിരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. ഈ ബന്ധുവീട്ടിൽ നിന്ന് കുഞ്ഞിനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. കാണാതായ സമയത്ത് തെരച്ചിൽ നടത്തിയ ഘട്ടത്തിലാണ് ഈ പാസഞ്ചർ ട്രെയിൻ കടന്നുപോയ സമയത്ത് ട്രാക്കിൽ മൃതദേഹം കുട്ടിയുടെ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ മറ്റൊരു ദുരൂഹതയും ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടില്ല. കുട്ടി ഈ തൃണവെന്ന 1.5 വയസ്സുകാരൻ മരിച്ചത് ബന്ധുക്കൾ ആ സമയത്ത് കുട്ടിയിൽ നിന്നും ഒരു ശ്രദ്ധ വന്ന ഒരു വീഴ്ചയാണ്. അത് തുടർന്ന് കുഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഓടി കയറുന്നത് കണ്ടതായാണ് ലോക്കോ പൈലറ്റ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല. കാരണം തൊട്ടടുത്താണ് ഈ വീട് ഉള്ളത്. അതിനെ തുടർന്ന് കുട്ടി ഇന്നിപ്പോൾ ലോക്കോ പൈലറ്റ് അമ്പലപ്പുഴ പോലീസിൽ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി നടന്നു കയറുന്ന കണ്ട് ട്രെയിനിന്റെ വേഗത കുറക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് വിഫലമാവുകയാണ് ഉണ്ടായത്. 1.5 വയസ്സുകാരനാണ് ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അമ്പലപ്പുഴയിൽ. ശരി, അമ്പലപ്പുഴയിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് ലോക്കോ പൈലറ്റിന്റെ മൊഴിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ജനനേന്ദ്രിയം ഇടിച്ചു തകർത്തു. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പി എ സാഗർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാഗർ, ദാരുണമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? അനുസരി, ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിച്ച വിവരം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിക്കാണ് സഹപാഠിയുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇടുക്കി കുമളി അണക്കര സ്വദേശിയായ 19-കാരന്റെ ജനനേന്ദ്രിയം
സഹപാഠി തകർത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വലത് വൃഷ്ണത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഈ പ്രദേശത്ത് ഒരു വീട്ടിലാണ് ഈ വിദ്യാർത്ഥികൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഇതിൽ ചിലർ പതിവായി കഞ്ചാവ് ഉപയോഗിക്കുന്നതും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായും ഈ അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും തന്റെ അധ്യാപകരെയും അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രായപൂർത്തിയാവാത്ത പ്രതി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ കുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ഭാഗത്തും നെഞ്ചത്തും നിരന്തരം ചവിട്ടുകയും ഇടിക്കുകയും അത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. ഈ പ്രതി എന്ന് പറയുന്ന ആൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. 18 വയസ്സിന് താഴെ മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. കുട്ടിയുടെ പഠിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനുശ്രീ, ശരി. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഈ ക്രൂരമർദ്ദനം ഉണ്ടായത്. ഇപ്പോൾ അതിലൊരാൾ പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പി എസ് സാഗറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. 13-കാരിയായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. ശിവൻകുട്ടിയെ കൊല്ലുമെന്ന് മുൻപും പറഞ്ഞതായാണ് മൊഴി. ആൺസുഹൃത്തിനോട് കൊന്നില്ലെങ്കിൽ താൻ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞു. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപും പെൺകുട്ടിയും ശിവൻകുട്ടിയുമായി വഴക്കുണ്ടായി. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന മൊഴിയും പോലീസ് പരിശോധിക്കും. കരുവാറ്റയിൽ 13-കാരിയായ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം ചെയ്തത് 13-കാരിയാണ്. അതായത് മുത്തശ്ശനെ കൊലപ്പെടുത്താനായി കൊലപാതകത്തിന് പൂർണ്ണമായ ആസൂത്രണം നടത്തിയത് 13-കാരിയാണ് എന്നുള്ള വിവരങ്ങൾ, അത് കൂടുതൽ ഉറപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടിക്ക് മുത്തശ്ശനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. അതായത് നേരത്തെ സുഹൃത്തുക്കളോട് മുത്തശ്ശനെ താൻ കൊലപ്പെടുത്തും എന്നുള്ള വിവരം ഈ കുട്ടി അറിയിച്ചിരുന്നു. കൊന്നില്ലെങ്കിൽ ഈ ആൺ സുഹൃത്തുക്കളോട് പറഞ്ഞത് കൊന്നില്ലെങ്കിൽ താൻ ഇത് നടത്തും, കൊലപാതകം നടത്തും എന്നുള്ള വിവരമാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്, അതായത് കുട്ടി 6 മാസമേ ആയുള്ളൂ ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട്. അത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം, അതായത് ഈ കുട്ടിയുടെ പലതരത്തിലുള്ള സൗഹൃദങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഈ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് മുമ്പും, അതായത് കൊലപാതകത്തിന് ആഴ്ചകൾ മുമ്പും ഇവർ തമ്മിൽ വഴക്ക് ഉണ്ടായിട്ടുണ്ട്. ശക്തമായ തർക്കവും വഴക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒരു മുൻവൈരാഗ്യ പശ്ചാത്തലം ഈ കുട്ടിക്ക്, ഈ ശിവൻകുട്ടിയോട് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കൃത്യമായൊരു പ്ലാനിങ് ഈ എക്സിക്യൂഷൻ ചെയ്യുന്നതിന്, അതായത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കൃത്യമായ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് ഈ 13 വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളതാണ്. വീടിന്റെ ലോക്കറുകൾ തുറന്നു വെച്ചു. വീട്ടിൽ നിന്ന് താൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കൊലപാതക സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് മാറി നിന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ അലമാരയുടെ, പണമിരിക്കുന്ന സ്വർണ്ണമിരിക്കുന്ന അലമാരയുടെ ലോക്കറുകൾ തുറന്നു വെച്ചു. ഒപ്പം മോഷണ ശ്രമമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മുളകുപൊടി ഈ കൗമാരക്കാരായ ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവർക്ക് കാണുന്ന പാകത്തിന് ഒരുക്കി വെച്ചു. ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പോയത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച മറ്റ് 2 സുഹൃത്തുക്കളെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വിളിച്ചു നോക്കി അതിനുശേഷം ശിവൻകുട്ടിയുടെ മൊബൈലിലേക്ക് ഈ കുട്ടി വിളിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു എന്ന് കൂടി ഉറപ്പുവരുത്താനാണ് കുട്ടി അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം തിരിച്ച് പോകുന്നു. വീട്ടിലെ ആശുപത്രിയിലുള്ള ആളുകളെ വിളിച്ച് അറിയിക്കുന്നു. അതായത് ശിവൻകുട്ടി ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഒരു ആൺ സുഹൃത്തുമായി എത്തിയാണ് അവിടെ ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് മുത്തശ്ശൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല എന്നുള്ള രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഇൻസ്റ്റഗ്രാം മുഖേനയാണ് ഇവരുടെ കോളുകളും ചാറ്റുകളും എല്ലാം ഈ പ്രതികൾ എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അതിനകത്ത്
പുറത്ത് നിലനിൽക്കുന്നുണ്ട്. അമ്മയോട് സ്നേഹമില്ലാത്ത രീതിയിലാണ് ചോദ്യം ചെയ്യലിലെ ഘട്ടത്തിലൊക്കെ തന്നെ കുട്ടി സംസാരിച്ചിരുന്നത്. സ്കൂൾ അധികൃതരോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മറ്റു കുട്ടികളെ പോലെ അല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. ഓൺലൈൻ TC മുഖാന്തരമാണ് കൊല്ലത്ത് നിന്ന് ഹരിപ്പാട് സ്കൂളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചോദ്യം ചെയ്യലിലെ ഒരു ഘട്ടത്തിലും ഈ യാതൊരുവിധ കുറ്റബോധമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ മുഖഭാവമോ ഈ കുട്ടിക്ക് ഇല്ല. അതിനോടൊപ്പം തന്നെ തെളിവുകൾ നിരത്തി ചോദിക്കുമ്പോൾ പോലും തനിക്കറിയില്ല എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ബാക്കിയുള്ള ആളുകളെ ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ബോൾഡായി താൻ ചെയ്ത ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് ബാഡ് ടച്ച്, അതാണ് കുട്ടി ഉപയോഗിച്ച വേർഡ്, അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് പ്രതികളുമായി ചേർന്ന് അത് ആ കാര്യത്തെ അത് ആൺസുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളുമായി ആ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ മൊഴികൾ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ, അതായത് ഇവരുടെ സ്വാതന്ത്ര്യത്തെ, മറ്റ് ലഹരി അടക്കമുള്ള ഉപയോഗത്തെ, ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തത് ഈ 6 മാസത്തിന് ശേഷം ശിവൻകുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്. അതിന് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു ഇടപെടലിനെ, പോക്കിനെ ഒക്കെ ഇയാൾ തടസ്സമായിരുന്നു എന്നുള്ളതാണോ കുട്ടിയിലേക്ക് വൈരാഗ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിലുള്ള ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കാനാണോ ഇത്തരത്തിൽ മോശമായി ഒരു പെരുമാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അതായത് കൊല്ലത്ത് നിന്നെത്തിയ ആൺസുഹൃത്തും ബാക്കിയുള്ള 2 പേരും അവരെ 15, 16, 17 വയസ്സുള്ളവരാണ്. നമുക്കറിയാം ഡൽഹി കുറ്റകൃത്യത്തിൽ അടക്കം ഏറ്റവും ക്രൂരത ചെയ്തത് 17കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ അവരുടെ കുറ്റകൃത്യത്തിന്റെ ആഴം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ അഡൾട്ടായി പരിഗണിച്ചുള്ള നിയമ നടപടികളിലേക്ക് പോകണമെന്നുള്ളൊരു ആവശ്യം, അത്തരത്തിലുള്ള നിയമപരമായ സാധ്യതയെ കൂടി ഉപയോഗിക്കാനാണ് പോലീസിന്റെ നീക്കം. ആ രീതിയിലുള്ള റിപ്പോർട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ട കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ 4 സംഘത്തിന്, അത് 4 പേർ അടങ്ങുന്ന സംഘത്തിനും ഒരു ഘട്ടത്തിൽ പോലും ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമോ ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കൊലപാതകം നടത്തിയ ശേഷം ആഘോഷപൂർവ്വം പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചാണ് ഈ മൂവർ സംഘം തിരികെ മടങ്ങി എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം വിചിത്രമായ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഗൗരവകരമായ മാനസികാവസ്ഥയിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കരുവാറ്റ കൊലപാതക അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചെറിയ കുട്ടികൾ എങ്ങനെ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെടെ 4 അംഗ സംഘം പിടിയിലായി. ഈഞ്ചക്കൽ സ്വദേശി കിരൺ, അക്ഷയ്, കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMA കണ്ടെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് അമ്മയും മകനും ഉൾപ്പെടെയുള്ള ഈ 4 അംഗ സംഘം പിടിയിലാകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ലഹരി മരുന്നുമായി ഒരു വാഹനം വരുന്നു എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നെയ്യാറ്റിൻകരയിൽ നിലയുറപ്പിക്കുന്നത്. ഇവരെത്തിയ വാഹനത്തിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു 125 ഗ്രാം MDMA പിടികൂടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈഞ്ചക്കൽ സ്വദേശിയായ കിരൺ, ഇയാളുടെ സുഹൃത്തായ അക്ഷയ്, കിരണിൻ്റെ അമ്മ ബീന, കിരണിൻ്റെ പെൺസുഹൃത്തായ സന്ധ്യ എന്നിവരെയാണ് തുടർന്ന് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസിനെയും എക്സൈസിനെയും കണ്ണുവെട്ടിക്കുന്നതിലേക്ക് വേണ്ടി വാഹനത്തിൽ ഈ കിരണിൻ്റെ 8 വയസ്സുകാരിയായ മകളെയും ഒപ്പം സഞ്ചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗൗരവമായൊരു കാര്യം. 4 പേരെയും ഇപ്പോൾ എക്സൈസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭർത്താവ് വിറ്റെന്ന പരാതിയിൽ കൂടുതൽ പരാതിയുമായി യുവതി. 4 വയസ്സുകാരി മകളുടെ ദൃശ്യങ്ങളും ഭർത്താവ് പകർത്തിയെന്നാണ് പരാതി. ഒന്നിലധികം ആളുകളുമായി കിടക്ക പങ്കിടാൻ ഭർത്താവ് നിർബന്ധിച്ചു. കൊല്ലത്തെ വിവാദ പങ്കാളി കൈമാറ്റ ദമ്പതികളുമായും ഭർത്താവിന് ബന്ധമുള്ളതായും യുവതി ആരോപിക്കുന്നു. 2022 കാലഘട്ടം മുതലാണ് ഇയാൾ ഇത്തരം ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതെന്നാണ് ഭാര്യ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഭാര്യ അത് തടയുകയും ചെയ്തു. ബെഡ്റൂമിലെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചപ്പോൾ ഭാര്യ
തടഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, തനിക്ക് കാണുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ഉറപ്പിന്മേലായിരുന്നു വീണ്ടും അയാൾ ഈ ചിത്രീകരണം തുടങ്ങിയിരുന്നത്. പക്ഷേ ഇതെല്ലാം മറ്റൊരു പോൺ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത വിവരം ഇപ്പോഴാണ് ഇവർ അറിയുന്നത്. 2026 ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പോൺ സൈറ്റിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്ന് മറ്റ് സുഹൃത്തുക്കൾ മുഖേനയാണ് ഇവർ കൊല്ലം സ്വദേശിയായ യുവതി ഇത് അറിയുന്നത്. അങ്ങനെ തന്നെ തുടർന്നാണ് കുടുംബവുമൊത്ത് ഭർത്താവിനെയും ചേർത്ത് ഇവർ നാട്ടിലെത്തുകയും ഭർത്താവിനെ ഒരു കൗൺസിലിങ്ങിന് വിധേയനാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മൂന്നാം തവണ കൗൺസിലിങ്ങിന് കൊണ്ടുപോയ സമയത്ത് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് ലൈംഗിക ചേഷ്ടകൾ ഭർത്താവ് കാണിച്ചതിനെ തുടർന്ന് അത് മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞതിനുള്ള വിരോധത്താൽ ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഉണ്ടായത്. താക്കോൽ കൂട്ടം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടിയെടുത്ത് തലയ്ക്ക് അടിച്ച് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പരിക്കുകൾ ഇവർക്ക് സംഭവിച്ചു. അങ്ങനെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്നാണ് പോലീസിലേക്ക് വിവരമറിയുന്നു. നാട്ടുകാരിലേക്കെല്ലാം ഈ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇവർ വീട്ടിലുള്ളവരുടേതടക്കം ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഇത് മറ്റ് പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് ഇയാൾ പണം തട്ടാനുള്ള ഒരു ശ്രമമാണോ നടത്തിയിരുന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഇയാൾ, അതായത് ഈ ഭർത്താവ് ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ഭർത്താവിനായിട്ടുള്ള അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ടവർ ലൊക്കേഷൻ മുഖേനയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പക്ഷേ യുവതിയുടെ പരാതിയിന്മേലുള്ള അന്വേഷണം തുടരുന്നതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ റിക്കവർ ചെയ്ത് തെളിവുകളായി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. എസ് വിനീഷ്, ന്യൂസ് 18, കൊല്ലം. കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവന്ത്ര സ്വദേശി ഷൺമുഖനാണ് മരിച്ചത്. ഈ മാസം 12-ാം തീയതി മുതൽ ഷൺമുഖനെ കാണാനില്ലായിരുന്നു. 14-ന് കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം കുറ്റിക്കാട്ടിലാണ് 2 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് KSRTC സ്റ്റാൻഡിന് സമീപത്തുള്ള അംബേദ്കർ പാർക്കിൽ ഒഴിഞ്ഞ ഒരു നിലയിൽ ഒരു കുറ്റിക്കാട്ടിന് സമീപത്തായി ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. സെൻട്രൽ പോലീസ് ഇവിടെ എത്തി പ്രാഥമികമായ അന്വേഷണത്തിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയുകയും അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിലാണ് ഈ മൃതദേഹം ഷൺമുഖനെന്ന്, കടവന്ത്ര സ്വദേശിയായിട്ടുള്ള ഷൺമുഖന്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഉടനെ തന്നെ ഷൺമുഖന്റെ ബന്ധുക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷൺമുഖൻ ഏകദേശം 76 വയസ്സിനോട് അടുക്കുന്നുണ്ട്. ചെറിയ ഓർമ്മക്കുറവുള്ള വ്യക്തിയാണ്. കടവന്ത്ര പരിസരത്ത്, അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ പരിസര പ്രദേശങ്ങളിലും KSRTC സ്റ്റാൻഡിലുമൊക്കെയാണ് അദ്ദേഹം എപ്പോഴും ഉണ്ടാകാറുള്ളത്. സഹോദരനോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഭാര്യയുമായി വിവാഹ മോചിതനാണ്. ഇത് പശു വളർത്തലും അങ്ങനെ കുറച്ച് കൃഷിയുമൊക്കെ ആയിട്ട് ജീവിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് പിടിപെടുകയും ആ സ്ട്രോക്കിനെ തുടർന്ന് പിന്നീട് മറ്റ് ജോലികൾക്കൊന്നും തന്നെ പോയിരുന്നില്ല. ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പിലും പോയിരുന്നു. ആ പെട്രോൾ പമ്പിലുള്ള ഒരു HP പമ്പിലായിരുന്നു. അവിടുത്തെ തൊപ്പിയും ഒരു വസ്ത്രവും അതെപ്പോഴും അദ്ദേഹം ധരിക്കുമായിരുന്നു. തൊപ്പി എപ്പോഴും തലയിലുണ്ടായിരുന്നു എന്നുകൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് ബന്ധുവിന് ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. മരിച്ച ഷൺമുഖന്റെ സഹോദരിയുടെ മകനാണ് മൃതദേഹം ആദ്യം സ്ഥിരീകരിക്കുന്നത്, തിരിച്ചറിയുന്നത് ഷൺമുഖന്റേതാണെന്ന്. ആ തൊപ്പിയും ആ വസ്ത്രവും മൃതദേഹത്തിനോട് അടുത്ത് തന്നെയുണ്ട്. എന്നാൽ 2 ദിവസത്തെ പഴക്കമാണ് മൃതദേഹത്തിന്. എന്തായാലും ഷൺമുഖനെ കാണാനില്ല എന്ന് കടവന്ത്ര പോലീസിന് 14-ാം തീയതിയാണ് പരാതി ലഭിച്ചത്. 12-ാം തീയതിയാണ് വീട്ടിൽ നിന്നും കാണാതെ പോകുന്നത്. ഇതിനു മുൻപും ഒരു തവണ ഇങ്ങനെ കാണാതെ പോയിട്ടുണ്ട്. പിന്നീട് പോലീസ് തിരിച്ച് വീട്ടിലെത്തിച്ചു എന്നാണ് അയൽവാസി പറയുന്നത്. പുള്ളി അസുഖമായിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഷോക്ക് വന്ന് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കടയിലാണ് അയാൾ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അസുഖമായ പിന്നെ അനിയൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മിസ്സായിട്ട് 3-4 ദിവസമായി. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ പോലീസുകാരെ വിളിച്ച് വിവരം പറഞ്ഞത്. അങ്ങനെയുള്ളതൊന്നുമില്ല. അവിടെ ആ ചുറ്റുവട്ടത്തിൽ തന്നെ കടന്ന് കറങ്ങുകയുള്ളൂ. ഗാന്ധിനഗർ ഭാഗത്ത് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടോ അല്ലേ മനോ? ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. തിരിച്ചു വരും.
കുടുംബം എന്തായാലും മറ്റ് അസ്വാഭാവികതയൊന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും പോലീസും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഈ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസായിട്ടാണ് പോലീസ് അതിനെ പരിഗണിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ട്, പ്രത്യേകിച്ച് ഈ ആളൊഴിഞ്ഞൊരു പ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നഗരത്തിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാനക്കാരനായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ട് യുവാവിനെ പിന്തിരിപ്പിച്ചു. പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷമത്തെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. നഗരത്തോട് ചേർന്നുള്ള പമ്പിൽ നിന്നാണ് ഇയാൾ പെട്രോൾ വാങ്ങിയത്. പെട്രോൾ കുടിച്ചു എന്ന വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ചൊക്ലി സ്വദേശി അഭിനവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ജൂൺ 2 കാർ തടഞ്ഞു നിർത്തി 1.5 കോടി രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെയാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഇരുവരെയും നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, ഇപ്പോഴിതാ വീണ്ടും ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇരുവർക്കും കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവർക്കെതിരായ തെളിവുകൾ, കൂടുതൽ തെളിവുകൾ, വിശദാംശങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് മനസ്സിലാക്കണോ? തീർച്ചയായും അനുശ്രീ, അങ്ങനെ തന്നെയാണ്. പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വീണ്ടും 14 ദിവസത്തേക്കാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്തും അജികുമാറും ബന്ധപ്പെട്ടതിന്റെ ഡിജിറ്റൽ രേഖകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ അനുമതി തേടിയ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു. ഇത് പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി വാദിച്ചു. അതുപോലെ തന്നെ അനുമതി തേടി മറ്റൊരാളുടെ ഇമെയിൽ വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയെന്ന് ഉള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇത് കോടതിയിൽ കൃത്യമായി തന്നെ ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർണം പൂശലിന്റെ 40 വർഷത്തെ വാറണ്ടി പോറ്റിയുടെ പേരിൽ ആയിരുന്നു അന്ന് നൽകിയിരുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ദേവസ്വം സ്വത്തിന്റെ ഈ വാറണ്ടി സ്വകാര്യ വ്യക്തിയുടെ പേരിലായത് വലിയ രീതിയിലുള്ള ദുരൂഹതയാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. എന്തായാലും നിലവിൽ ഇവരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അനുശ്രീ, ശരി, വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ GST തട്ടിപ്പിൽ SIT ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയേക്കും. GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് SITയുടെ പ്രാഥമിക നിഗമനമെന്നാണ് സൂചന. സ്പോൺസറായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് മുഖ്യമന്ത്രി VD സതീശന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട ബഹുമുഖ അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. പ്രധാനമായി ഈ സർക്കാരിന്റെ ഔദ്യോഗികമായ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ലഭിക്കാതെ ഈ AFIയുമായി എങ്ങനെ കരാർ ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞു എന്നതാണ് അന്വേഷണത്തിന്റെ പരിഗണനയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ സ്പോൺസർഷിപ്പിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, അതോടൊപ്പം സർക്കാരിന്റെ ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങളും മറ്റ് സംവിധാനങ്ങളും സർക്കാരുമായി ഒരു കരാറും ഒപ്പുവെക്കാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്പോൺസർമാർ ദുരുപയോഗം ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ മുൻ കായിക വകുപ്പ് മന്ത്രി കൂടിയായ V അബ്ദുറഹ്മാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാർ പക്ഷേ അതിനെ ഗൌരവമായി തന്നെയാണ് കാണുന്നത്. മന്ത്രിയോ ഉദ്യോഗസ്ഥരോ അറിയാതെ ഇത്രയും വലിയൊരു ക്രമക്കേട് നടക്കില്ല, അത് കൃത്യമായി ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ്
സാമ്പത്തിക വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. അതുകൊണ്ടാണ് കേവലം ഒരു വകുപ്പിൽ ഒതുങ്ങി നിൽക്കാതെ പല വകുപ്പുകൾ ചേർന്ന് ഏതൊക്കെ തലത്തിലാണ് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. GST വെട്ടിപ്പ് വൻതോതിൽ നടന്നിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന പേരിൽ AFIക്ക് പണം നൽകിയത് അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്, അതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന പരാമർശങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉണ്ടായെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച കേപ്പ് വെർദെയെ ഇന്ത്യയിൽ സൌഹൃദ മത്സരത്തിനെത്തിക്കാൻ ശ്രമം. കേപ്പ് വെർദെ ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തുന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ സൌഹൃദ മത്സരം നടക്കാനാണ് സാധ്യത. ഒക്ടോബർ 3-ന് കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യയും ബ്രസീലും തമ്മിൽ വമ്പൻ മത്സരം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിന് തൊട്ടു മുൻപോ ശേഷമോ ആയിരിക്കും കേപ്പ് വെർദെയുമായുള്ള കളി. എന്തെങ്കിലും കാരണവശാൽ കേപ്പ് വെർദെ എത്തിയില്ലെങ്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും AIFF ആലോചിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കേപ്പ് വെർദെയ്ക്കാണ് മുൻഗണന. കിരൺ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. കിരൺ, മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇപ്പോഴിതാ കേപ്പ് വെർദെ ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയുന്നു, അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ആ തരത്തിലേക്കുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. കേപ്പ് വെർദെ ടീമിനെ നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പ് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പോലും അപൂർവം ചിലർ മാത്രമാണ് കേട്ടിരുന്നത്. പക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും മിന്നും താരമായി മാറിയ രാജ്യമാണ് കേപ്പ് വെർദെ. ആദ്യമായിട്ടാണ് 5 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമുള്ള ഒരു ദ്വീപ സമൂഹമാണ് കേപ്പ് വെർദെ. ആഫ്രിക്കയിലെ ഒരു ദ്വീപ സമൂഹം. ആ ദ്വീപ സമൂഹത്തിൽ നിന്ന് ഒരു ടീം ആദ്യമായി വേൾഡ് കപ്പിനെത്തുന്നു. വേൾഡ് കപ്പിനെത്തിയിട്ട് അവർ ആകെ വേൾഡ് കപ്പിനെത്തിയപ്പോൾ ഒരേ ഒരു ടീമിനോട് മാത്രമാണ് പരാജയപ്പെട്ടത്. അതും റൗണ്ട് 32-ൽ അർജന്റീനയോട്, റണ്ണറപ്പായ അർജന്റീനയോട് മാത്രമാണ് പരാജയപ്പെട്ടത്. ആദ്യ കളിയിൽ തന്നെ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ അവർ സമനിലയിൽ തളച്ചു എന്നുള്ളതാണ്. സ്പെയിൻ ഈ വേൾഡ് കപ്പ് നേടിയ സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ ഒരേ ഒരു ടീമിനോട് മാത്രമേ ജയിക്കാൻ കഴിയാതെ പോയിട്ടുള്ളൂ. അത് കേപ്പ് വെർദെ എന്ന് പറയുന്ന ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന ആ ടീമിനോടാണ്. കേപ്പ് വെർദെയുടെ ക്യാപ്റ്റൻ 40-കാരനായ ഒസീഞ്ഞോയ്ക്കൊക്കെ ലോകത്താകമാനം വളരെ വേഗത്തിലാണ് ആരാധകർ കുമിഞ്ഞുകൂടിയത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഏതാനും ആയിരങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് മില്യണുകളിലേക്ക് ഫോളോവേഴ്സ് നിരന്നതൊക്കെ ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം, ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് കേപ്പ് വെർദെ ആയിരുന്നു. ഇങ്ങനെ ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യത്തിന് ലോകകപ്പിൽ വന്നിട്ട് ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു? ഓരോ രാജ്യക്കാരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനസംഖ്യയുള്ള രാജ്യങ്ങൾക്കൊന്നും കഴിയാത്തത് അവർ ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യം സാധ്യമാക്കി എന്നുള്ളതാണ്. ആ തരത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആ രാജ്യം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചില ചർച്ചകൾ നടക്കുന്നു എന്നതിനാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരണം നൽകുന്നത്. അവർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ ഇന്ത്യയിൽ ഇവർ എത്തുമെന്നാണ്. ഈ ദിവസത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 3-നാണ് കൊൽക്കത്തയിൽ ബ്രസീലും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദ മത്സരം നടക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമായ ബ്രസീൽ കൽക്കത്തയിലെത്തുന്നു. അത് നേരത്തെ തന്നെ അതിൽ കൺഫർമേഷൻ വന്നതാണ്. കൽക്കത്തയിൽ ടീം എത്തുകയും അവരുടെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. അപ്പോഴാണ് ഒരു അധിക ബോണസ് എന്ന നിലയ്ക്ക് കേപ്പ് വെർദെ കൂടി എത്താനുള്ള സാധ്യത തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ചില ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അവർ എത്തുകയാണെങ്കിൽ സെപ്റ്റംബർ 30, ഒക്ടോബർ 6 എന്നുള്ള തീയതികളാണ്. ഇപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ കേരളത്തിലേക്ക് സ്വാഭാവികമായും എത്തിക്കാനുള്ള ചില പരിശ്രമങ്ങൾ അനൗദ്യോഗികമായി കേരളവും തുടങ്ങിയിട്ടുണ്ട്. അതിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ ഈ ഒരു ടീം ഇവിടെ എത്തും എന്നതിന് കൺഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ചില ചർച്ചകൾ, ധാരണകളൊക്കെ നടക്കുന്നു. നമ്മളിത് ആവർത്തിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന മട്ടിലൊക്കെ വാർത്തകൾ വന്നിരുന്നത്, ഉറപ്പായി എന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നത്. അതിനു മുമ്പ് നെയ്മർ കേരളത്തിൽ ചികിത്സയ്ക്ക് എത്തുന്ന മട്ടിലൊക്കെ അങ്ങനെ വ്യാജ വാർത്തകൾ നിരവധി വന്നതുകൊണ്ടും അതിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകളൊക്കെ നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിരീകരണം ലോകത്ത് ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് നേരിട്ട് സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് നേരിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെയാണ് ആശ്രയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ
മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. PTIയും അങ്ങനെ ചർച്ച നടക്കുന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ നൽകുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത്തരമൊരു സ്ഥിരീകരണമുണ്ട്. എന്തായാലും ഫുട്ബോൾ ആരാധകർക്ക് ആ വാർത്ത തന്നെ അവർ എത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്ത തന്നെ വലിയ ആവേശം നൽകുന്നതാണ്. കാരണം വലിയ പ്രചോദനമാണ്. ഈ ലോകത്തെവിടെയുമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഇത്രത്തോളം പ്രചോദനം, ഈ വേൾഡ് കപ്പിൽ ഇത്രത്തോളം പ്രചോദനം നൽകിയ മറ്റൊരു രാജ്യവും ഉണ്ടാവില്ല. കാരണം 5 ലക്ഷത്തിൽ താഴെ അംഗങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം. അവർ ഇൻസ്റ്റഗ്രാമിൽ പരസ്യം നൽകിയാണ് ഈ ടീമിൽ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആ രാജ്യത്തെ ചെറുപ്പക്കാരൊക്കെ മിക്കവാറും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരാണ്. അല്ലാതെ ആ രാജ്യത്ത് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യമൊന്നും ആ രാജ്യത്തില്ല. വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ള 10ഓളം അഗ്നിപർവ്വതങ്ങളുള്ള, അല്ലെങ്കിൽ ചുറ്റും കടൽ, ഒരു വശത്ത് അഗ്നിപർവ്വതങ്ങളുടെ ഭീഷണി, മറുവശത്ത് കടൽ, അങ്ങനെ വെള്ളത്തിനും തേയ്ക്കും നടുവിൽ അരക്ഷിതരായി ജീവിക്കുന്ന വളരെ ദരിദ്രമായ ഒരു രാജ്യം. ആ രാജ്യത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു വാശി, അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകത്തെ വമ്പന്മാർ, ലോകകപ്പ് നേടിയ സ്പെയിൻ അടക്കം അവർക്ക് മുന്നിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകകപ്പിൽ ഒരേ ഒരു ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, തൃശൂർ ചാവക്കാട് ആദ്യ വിവാഹം വേർപെടുത്താതെ 2ാം വിവാഹം കഴിച്ചതായി പരാതി. തൃശൂർ സ്വദേശിനി ഡോക്ടർ ആയിഷയും 10 വയസ്സുകാരി മകളും ഭർത്താവിന്റെ വീട്ടിൽ ദിവസങ്ങളായി സമരമിരിക്കുകയാണ്. യുവതി പ്രതിഷേധം തുടങ്ങിയതോടെ കുടുംബം വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് പോയി. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഈ നിയമ നടപടികളും മതനിയമങ്ങളും ഒന്നും പാലിക്കാതെയാണ് ഈ 2ാം വിവാഹം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ യുവതിയും മകളും അവിടെ സമരം ഇരിക്കുകയാണോ? ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഭർത്തൃ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ സമരമിരിക്കുന്ന ഡോക്ടർ ആയിഷ അവരുമായിട്ട് സ്വരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അലി അബ്ദുൽ ലത്തീഫ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. ചാവക്കാട് സ്വദേശിയാണ്. ഇവർ വിവാഹം കഴിഞ്ഞു നാളുകളായിട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇവരെ അറിയിക്കാതെ, അല്ലെങ്കിൽ മറ്റ് ഇവരുടെ മതപരമായ കാര്യങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായ കാര്യങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം അവരനുശാസിക്കുന്ന മതപരമായ നിയമങ്ങൾ കൂടി ലംഘിച്ചുകൊണ്ടാണ് 2ാം വിവാഹം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഡോക്ടർ ആയിഷയുടെ ഒരു പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഇവർക്ക് തങ്ങൾക്ക് ജീവനാംശം നൽകുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞു പോകാനുള്ള യാതൊരു രീതിയിലുള്ള സഹായം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ളൊരു പരാതി ആക്ഷേപമെല്ലാം ആയിഷയുടെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുൻപ് അവരിവിടേക്ക് എത്തിയപ്പോഴേ അവിടെ നിന്ന് ചാവക്കാട് പോലീസിന് അവർ പരാതി നൽകി അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ച് ഇറക്കി വിടുകയായിരുന്നു. പിന്നീടാണ് നിയമപരമായ സംരക്ഷണം നേടിക്കൊണ്ട് ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സംരക്ഷണം ഇപ്പോൾ ഇവർക്കുണ്ട്. അവരെ അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചിറക്കാൻ പാടില്ല, അവിടെ താമസിക്കുന്നതിൽ നിന്ന് ബലമായി തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതടക്കമുള്ള അനുകൂല ഉത്തരവുകൾ ആയിഷയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭർത്തൃ വീട്ടുകാർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നത് വീട് പൂട്ടി അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുന്നതാണ്. നിലവിൽ അവർ അവിടെ വീടിന് പുറത്ത് തുടരുകയാണ്. ഇപ്പോൾ അവിടെ വൈദ്യുതിയും അതോടൊപ്പം തന്നെ വാട്ടർ കണക്ഷനും എല്ലാം തന്നെ വിച്ഛേദിച്ച ഒരവസ്ഥയിലുമാണ്. എങ്കിലും അവരവിടെ തുടരുന്നു. ഇവർ പറയുന്നത് നിയമപരമായി മറ്റൊരു മഹല്ല് കമ്മിറ്റിയിൽ നിന്നാണ് ഇവരുടെ വിവാഹം നടത്തിയ മഹല്ല് കമ്മിറ്റി അറിയിക്കാതെ മറ്റൊരു മഹല്ല് കമ്മിറ്റി വഴിയാണ് അവരെ കൂടിയും ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം നടത്തിയത് എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കും വരെ ഈ വീടിന് പുറത്ത് തുടരുമെന്ന് അവർ പറയുന്നു. കഴിഞ്ഞ 10 ദിവസമായി വീടിന് പുറത്ത് ഇതേ രീതിയിൽ തന്നെ അവർ അവിടെ തുടരുകയാണ്. ഇനി ഇതിലൊരു തീരുമാനമാകുന്നത് വരെ തങ്ങൾ അവിടെ തുടരുമെന്ന നിലപാടിലാണ് ആയിഷയും 10 വയസ്സുള്ള മകളും ഇപ്പോൾ അവിടെ കഴിയുന്നത്. ചാവക്കാടാണ് ഈ സംഭവം. ഏതായാലും പോലീസ് അവരെ ബലമായിട്ട് ഇറക്കി വിടാൻ സാധിക്കുകയില്ല. നിയമപരമായ ആനുകൂല്യങ്ങൾ, നിയമപരമായ ഒരു സഹായമെല്ലാം തന്നെ ആയിഷയ്ക്ക് അനുകൂലമായിട്ട് നിലവിലുണ്ട്. ഏതായാലും ഭർത്തൃ വീട്ടുകാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ തുടരുകയാണ്. ശരി, തൃശൂർ ചാവക്കാടാണ് ആദ്യ വിവാഹം വേർപെടുത്താതെ 2ാം വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി ആദ്യ ഭാര്യയും മകളും ഭർത്താവിന്റെ വീട്ടിൽ ദിവസങ്ങളായി സമരം ഇരിക്കുന്നത്. ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. മായ രാഹുൽ പാലാ നഗരസഭ ചെയർപേഴ്സൺ. 26-അംഗ കൌൺസിലിൽ 16 പേരുടെ പിന്തുണ മായ രാഹുലിന് ലഭിച്ചു. LDFന്റെ പിന്തുണയിലാണ് മായ രാഹുൽ ചെയർപേഴ്സണായത്. 12 LDF കൌൺസിലർമാരുടെയും 3 കോൺഗ്രസ് വിമതരുടെയും വോട്ട് നേടിയാണ് മായ ചെയർപേഴ്സണായത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ എപ്പോഴും ഒരു കോൺഗ്രസ് ചിന്താഗതിക്കാരാണല്ലോ. അപ്പൊ പിന്നെ ആ ഒരു രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് നടപ്പായില്ല. അങ്ങനെയാവുമ്പോൾ സമാന ചിന്താഗതിക്കാരെല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ ചേർന്ന്
ഇങ്ങനെയൊരു കാര്യം, അതായത് നഗരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സുതാര്യമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊരു ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകാം എന്നുള്ളൊരു TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജിത്ത്, ഏറെ നാൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ മായ രാഹുൽ പാലാ നഗരസഭാ ചെയർപേഴ്സണായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. 26 കൗൺസിലിൽ 16 പേരുടെ പിന്തുണയോട് ആണ് അധികാരത്തിലെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അനുശ്രീ, തീർച്ചയായിട്ടും അതാണ് സാഹചര്യം. അട്ടിമറികളൊന്നും നടന്നില്ല. ചില അട്ടിമറി നീക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. UDFും അത്തരം ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് ഇടത് മുന്നണിയുടെ പിന്തുണയോടെ മായ രാഹുൽ വരികയാണ്. 16 വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. 12 വോട്ടുകൾ ഇടത് മുന്നണിയുടെയും ഒപ്പം തന്നെ 3 വോട്ടുകൾ വിമത കോൺഗ്രസ് അംഗങ്ങളുടെയും ഒരോട്ട് മായ രാഹുലിൻ്റെ ഒരോട്ടും കൂടി ചേരുമ്പോഴാണ് 16 അംഗങ്ങളുടെ. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിലാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നേരത്തെ വൈസ് ചെയർപേഴ്സണായിരുന്നു. എന്തായാലും പാലായിൽ ഇടത് മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളുമായി സഹകരിക്കാൻ പുതിയൊരു മുന്നണി സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ സ്ഥാനം കേരള കോൺഗ്രസിനായിരിക്കും. അങ്ങനെ പിന്നണിയിൽ കേരള കോൺഗ്രസ് നിന്നുകൊണ്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനമായി പാലയിലെ ഭരണം മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ നീക്കം. പക്ഷേ അതൊരു സ്ഥിരതയായ സംവിധാനമായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമുള്ള ഇടമല്ല പാലയിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് ഭാവിയിൽ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളും ചെറുതല്ല. എന്തായാലും 6 മാസമാണ് അവിടെ നേരത്തെ UDFിൻ്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നീക്കം പാലയിൽ ഉണ്ടാവുന്നത്. ശരി, TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നടൻ മോഹൻലാലിന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം നിലയ്ക്കലും പമ്പയിലുമായി തുടങ്ങി. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന അതിമനോഹരത്തിന്റെ ചിത്രീകരണമാണ് തുടങ്ങിയത്. ശബരിമല ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. മോഹൻലാൽ പോലീസ് വേഷത്തിൽ ചിത്രീകരണത്തിന്റെ ഭാഗമായതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ചിത്രീകരണം അനുവദിക്കാനാവില്ലെന്ന് DFO വ്യക്തമാക്കിയിരുന്നു. ചിത്രീകരണം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാകരുതെന്നും വനം, വന്യജീവി, പരിസ്ഥിതി എന്നിവയ്ക്ക് യാതൊരു കോട്ടവും ഉണ്ടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. നടൻ മോഹൻലാലിന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം നിലയ്ക്കലും പമ്പയിലുമായാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഹൻലാൽ ചിത്രീകരണ വേളയിൽ പോലീസ് യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, അവിടെ ഇപ്പോഴും ചിത്രീകരണം പുരോഗമിക്കുകയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഹൻലാലിന്റെ പല വീഡിയോകളും പോലീസ് വേഷത്തിലുള്ള വീഡിയോകളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അനുശ്രീ, തീർച്ചയായിട്ടും എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ സിനിമാ ചിത്രീകരണത്തിന് അനുമതി ദേവസ്വം ബോർഡിന് നൽകിയിരുന്നില്ല. അത് പ്രധാനമായും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളുമാണ് ഷൂട്ടിങ്ങിന് അനുമതി നിശ്ചയിച്ചത്. പെരിയാർ ടൈഗർ റിസർവേറിൽ ഉൾപ്പെടുന്നതാണ് ശബരിമല ക്ഷേത്രവും അതിന്റെ പരിസര പ്രദേശങ്ങളും. അവിടെ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഈ ചിത്രത്തിന്റെ സംവിധായകനായ തരുൺമൂർത്തി അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അത്തരം അനുമതി ലഭിച്ചില്ല. അതേസമയം റാന്നി വനം ഡിവിഷന്റെ കീഴിലുള്ള പമ്പയ്ക്ക് ഇപ്പുറമുള്ള സ്ഥലം, അതായത് പമ്പയ്ക്ക് തൊട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചിത്രീകരിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ മോഹൻലാൽ നായകനായ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പമ്പയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് ഇത്തരമൊരു ചിത്രത്തിന് ചിത്രീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ല. അത്തരമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം പമ്പയ്ക്കിപ്പുറം റാന്നി വനം ഡിവിഷന്റെ കീഴിലുള്ള ഭാഗങ്ങളിൽ പമ്പയ്ക്ക് തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ചിത്രീകരിക്കാനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചിത്രം ഷൂട്ട് ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായിരുന്നു. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രമാണ്, തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ പമ്പയിലെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെയും കൂടി ഉണ്ടെന്നുള്ളതാണ്. നാളെയും മറ്റന്നാളും 2 ദിവസം കൂടി ചിത്രീകരണം നടക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അനുശ്രീ. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നീലേശ്വരം കണിച്ചിറപ്പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അഭിജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. തിരച്ചിലിനിടെ കടിഞ്ഞിമൂല പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ മൊബൈൽ ഫോൺ കരയിൽ നിന്ന് രാവിലെ ലഭിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ പുഴക്കരയിൽ നിന്ന് പാത്രം കഴുകുന്നതിനിടയിലാണ് ഇവർ പുഴയിൽ വീണത്. ഫയർഫോഴ്സ് സ്കൂബ ടീം, നീലേശ്വരം പോലീസും നാട്ടുകാരും തെരച്ചിലിൽ പങ്കെടുത്തു. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ടെയ്ലറാണ് യുവതി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. മാസപ്പടി കേസിന്റെ പേരിൽ ഇഡി വേട്ടയാടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് MLA ആരോപിച്ചു. തന്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി വേട്ടയാടുന്നു. വിഷയം രാഷ്ട്രീയമായി നേരിടും. എക്സാലോജിക് ഇടപാട് നിയമപരമാണ്. ലേക്കർ ഇന്ത്യ പുതിയ സ്ഥാപനമല്ല. തന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഇതിന്റെ വിവരങ്ങളുണ്ടെന്നും റിയാസ്.
CMRL എക്സാലോജിക്ക കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടാനാണ് CPM-ന്റെ തീരുമാനം. ഇന്നലെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ED നിലപാടുകളെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ സഹപാഠികളുടെയും ഒപ്പം സഹപ്രവർത്തകരുടെയും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകളുടെയും ഒക്കെ ഓഫീസുകളിലും വീടുകളിലുമാണ് റെയ്ഡ് നടന്നത്. അതിനെയൊക്കെ പൂർണ്ണമായി തള്ളി തന്നെയാണ് ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസും രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പാർട്ടി കായികമായി നേരിടുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കുക തുടങ്ങിയ നിലപാടുകളൊക്കെ ചെയ്തെങ്കിൽ പക്ഷേ ഇത്തവണ അത്തരമൊരു നിലപാട് CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ ഈ റെയ്ഡ് നടന്ന ഇടങ്ങളിൽ എത്തിയെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നാണ് ശ്രദ്ധേയം. എന്തായാലും ഈ ഇക്കാര്യങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും തന്നെ നേരിടുമെന്നാണ് PA മുഹമ്മദ് റിയാസ് പറയുന്നത്. തന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവർക്ക് ബിസിനസ് നടത്തി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. അവർ ബിസിനസ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും വ്യക്തമാക്കുന്നു. ഈ വിവാദ കമ്പനിയുമായി ലേക്കറിന്റെയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊരു ഷെൽ കമ്പനിയാണെന്ന വാദങ്ങൾ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയുമാണ്. ഒപ്പം ഈ കമ്പനി ലാഭത്തിലല്ലാതെ ഇരിക്കുന്ന ഒരു കമ്പനി പൂട്ടുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ ഉടമകൾക്കുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും മറ്റ് ആളുകളുമായി ഈ കമ്പനികൾക്ക് എന്ത് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത റിയാസ് വരുത്തിയിട്ടുമില്ല. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനമാണ്. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. ഏതാണ്ട് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന റെയ്ഡാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നടത്തിയത്. നേരത്തെ മെയ് 27 ED തിരുവനന്തപുരത്തെ T വീണയുടെയും ഒപ്പം കോട്ടുള്ളിലെ മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ മറ്റും റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ റെയ്ഡ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ലേക്കറിന്റെയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ്. അതിന് കോഴിക്കോട് ആസ്ഥാനമായി ഓഫീസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോഴും ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനം എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ ചില മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ചില ആളുകളുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ റെയ്ഡ് നടന്നത്. അതിൽ CPM ജില്ലാ സെക്രട്ടറി അംഗമായ P. നിഖിലിന് ഒരു പരസ്യ സ്ഥാപനമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ അന്നത്തെ പ്രതിപക്ഷമായ UDF ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. സർക്കാരിന്റെ കരാറുകളും മറ്റുമൊക്കെ ഈ സ്ഥാപനത്തിന് സംസ്ഥാന വ്യാപകമായി ലഭിക്കുന്നു എന്ന ആരോപണമൊക്കെ അന്ന് ഉയർത്തിയതാണ്. എന്തായാലും ആ സ്ഥാപനത്തിനും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനും നടത്തിപ്പിൽ റിയാസുമായി ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ പല വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പമാണ് KCK ഡെന്റൽ ആൻഡ് സർജിക്കൽ ഉടമയുടെ പൊറ്റമലിലെ അപ്പാർട്ട്മെന്റിലും സരോവരത്തെ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത്. ഈ സ്ഥാപനമാവാം ഒരുപക്ഷെ ഈ T വീണയുമായി ബന്ധപ്പെട്ട ലേക്കറിന്റെ ഈ മരുന്ന് ഇടപാടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിനുമായി ബന്ധമുള്ളതെന്നൊരു കണക്കൂട്ടലാണുള്ളത്. ഒപ്പം തന്നെ പന്തീരങ്കാവ് സ്വദേശി വാരിഷ് കളത്തിങ്കലിന്റെ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, കാരപ്പറമ്പ് സ്വദേശി ഫബീഷ് മുഹമ്മദിന്റെ വീട്, റിയാസിന്റെ സഹപാഠിയായ ഫൈജാസിന്റെ വീട് എന്നിവിടങ്ങളിലുമൊക്കെ ഒരേ സമയം റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും റെയ്ഡിൽ എന്തൊക്കെ ലഭിച്ചു, എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊന്നും ED ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല. ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM. രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ EDയും ഇവിടെ കേരളത്തിലെ UDFന്റെ ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതൊരു വ്യക്തിപരമായ കേസായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുമ്പോൾ ഞങ്ങളിതിനെ ആ കേസുമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനി തൊട്ട് അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ജനങ്ങൾക്കും അറിയാം.
പുതിയ KPCC അധ്യക്ഷനാകുന്നത് ഉടൻ അറിയാം. ഓണത്തിന് മുൻപ് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു ഡസനിൽ നിന്ന് ഹൈക്കമാൻഡ് തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക 5 പേരിലേക്ക് എത്തിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ തുടങ്ങിയ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. കൊടിക്കുന്നിലോ വാഴക്കനോ ആയാൽ എതിർപ്പില്ലെന്ന നിലപാടിലാണ് VD പക്ഷം. അതേസമയം മാത്യുവിനും ഷാഫിക്കുമായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് KC പക്ഷം. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയുടെ ഭാഗമായതാണ് പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡിനെ നിർബന്ധിതമാക്കിയത്. പക്ഷേ പല പേരുകൾ ഉയർന്നു വരികയും ആ പേരുകൾ 12ലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ഈ 12 പേരിൽ ആരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന ചോദ്യം ഹൈക്കമാൻഡിന് മുൻപിൽ വലിയ വെല്ലുവിളിയായി മാറിയത്. എന്തായാലും വിശദമായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ 12ൽ നിന്ന് ആ പട്ടിക ഇപ്പോൾ 5ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ആ 5ൽ നേരത്തെ തന്നെ സജീവമായി മുൻപിൽ കേട്ട പേരുകളിൽ പ്രധാനപ്പെട്ടത് കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം ജോസഫ് വടക്കൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ തുടങ്ങിയ പേരുകളാണ്. ഈ 5 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കളടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷോ ജോസഫ് വടക്കനോ KPCC അധ്യക്ഷനാകുന്നതിനോട് തങ്ങൾക്കൊരു പ്രയാസവുമില്ല, അതിനെല്ലാ പിന്തുണയുമെന്ന നിലപാടിലേക്ക് VD പക്ഷം എത്തിയിരിക്കുന്നു. അതേസമയം പാർട്ടിയെ ചലനാത്മകമായി നയിക്കാൻ യുവമുഖമാണ് KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടതെന്ന നിലപാടിലാണ് KC പക്ഷം. അവർ മുഴുവൻ മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലിനും വേണ്ടിയാണ് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്നയാളാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകിക്കൊണ്ട് മാത്യു കുഴൽനാടന് മന്ത്രിസഭയിൽ പ്രവേശനം നിഷേധിച്ചതിലുള്ള നീതി നിഷേധം അത് ഇത്തരത്തിൽ വേണം പരിഗണിക്കാനെന്ന നിലപാടിലേക്ക് കൂടി മാത്യുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം KC പക്ഷത്തെ നേതാക്കൾ എത്തിയിരിക്കുന്നു. അതേസമയം പഴയ A ഗ്രൂപ്പാണ് ബെന്നി ബെഹനാനു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 5 പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചർച്ചകളാണ് പാർട്ടിക്കുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും അതോടൊപ്പം ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ AK ആന്റണി ഉൾപ്പെടെയുള്ളവരുമായി നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില ചർച്ചകളൊക്കെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിവരങ്ങൾ ഹൈക്കമാൻഡിനെ അവർ അറിയിക്കും. ഹൈക്കമാൻഡിനെ അറിയിച്ച ശേഷം മുഖ്യമന്ത്രിയുമായി ആദ്യഘട്ടത്തിൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ടിരുന്നു. ഒരുപക്ഷെ ഓണസമ്മാനമായി പുതിയ KPCC അധ്യക്ഷൻ ആരാകുമെന്ന് അറിയാൻ കഴിയുമെന്ന സൂചനയാണ് ഇപ്പോൾ KPCC നേതൃത്വം നമുക്ക് നൽകിയിരിക്കുന്നത്. ലോക്ഭവന് മുന്നിൽ തളർന്നു വീണ വഴിയാത്രക്കാരന് സഹായവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഗവർണർ പുറത്തേക്ക് പോകുമ്പോഴാണ് വഴിയാത്രക്കാരനായ ഗിരീഷ് തലകറങ്ങി റോഡിൽ വീണത്. ഷുഗർ കൂടിയതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായതെന്നാണ് സൂചന. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വാഹനങ്ങൾ നിർത്തി ഗവർണറും കാറിൽ നിന്നിറങ്ങി. ഏകദേശം 15 മിനിറ്റോളം അവിടെ നിന്ന് ഗിരീഷിന്റെ ആരോഗ്യനില അന്വേഷിക്കുകയും ആവശ്യമായ സഹായങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ഇടുക്കി കുമളി എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം ഇലക്ട്രിക്കൽ സാധനങ്ങൾ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് കടകളിലേക്ക് ഇടിച്ചു കയറി. പുലർച്ചെ 1:40 സംഭവം. കടകൾക്ക് സമീപം നിന്നിരുന്ന അയ്യപ്പ ഭക്തരായ തീർത്ഥാടകർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പരിശോധനകൾക്കായി വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പരിശോധന പൂർത്തിയാക്കിയ ആളുകൾ വാഹനത്തിന് സമീപത്തേക്ക് തിരികെ എത്തുന്നതിനിടെ പെട്ടെന്ന് ലോറിയുടെ ബ്രേക്ക് റിലീസാവുകയായിരുന്നു. തുടർന്ന് മുന്നോട്ടുരുണ്ട ലോറി റോഡിനെതിർവശത്തുള്ള ചിപ്സ് കട ഉൾപ്പെടെ 3 കടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ KSRTC ബസ്സിൽ വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം നടത്തിയ ആൾ പിടിയിൽ. വയനാട് പെരുംതട്ട സ്വദേശി വിനീത് കുമാറാണ് പിടിയിലായത്. പ്രതി ഇന്ന് പുലർച്ചെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പാലക്കാട് കുഴൽമന്ദത്ത് നിയന്ത്രണം വിട്ട ഓട്ടോ കാർ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി. 8ഓളം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വർക്ക്ഷോപ്പിൽ പണിക്ക് കൊണ്ടുവന്ന ബൈക്കുകളുടെ ഇടയിലേക്കാണ് ഇടിച്ചു കയറിയത്. ആർക്കും പരിക്കില്ല. സ്വർണ്ണവെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,205 രൂപ, പവന് 1,13,640 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,670 രൂപ, പവന് 93,360 രൂപ. വെള്ളി ഗ്രാമിന് 245 രൂപ, കിലോ 2,45,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ഇന്നലെ ലോക ഫോട്ടോഗ്രാഫി ദിനം. ഒരു ഫ്ലാഷിന്റെ വേഗത്തിൽ പ്രായം പായുമ്പോഴും ഫോട്ടോഗ്രാഫിയുടെ പുത്തൻ ട്രെൻഡുകൾ ഒരു ക്ലിക്കിന്റെ വേഗത്തിൽ പഠിച്ചെടുക്കും ഈ 84-കാരൻ. ആ വിശേഷങ്ങൾ കാണാം. ഈ റിപ്പോർട്ടോടുകൂടി പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ആഴാകുളത്തെ ഷൈനി സ്റ്റുഡിയോ ഉടമ വേണുഗോപാൽ. വിവാഹ പന്തലുകളിൽ വെള്ള ജുബയും വെള്ളത്താടിയുമായി ഇന്നും ക്യാമറ ഫ്ലാഷുകൾ മിന്നിക്കുന്ന ഈ 84-കാരൻ നാടിനാകെ കൗതുക കാഴ്ചയാണ്. പഴയകാല കല്യാണ ഫോട്ടോകളിൽ തുടങ്ങി ന്യൂജൻ സേവ് ദ ഡേറ്റ് വരെ നീളുന്ന ഫോട്ടോഗ്രാഫിക് ബിരുദ്. വേണുഗോപാലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തുടങ്ങുന്നത് അങ്ങ് തമിഴ്നാട്ടിലാണ്. അമ്മയുടെ സ്വദേശമായ തമിഴ്നാട്ടിലെ തിരുവിതാംകോട് നിന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞ് തലസ്ഥാനത്തേക്ക്. നാടകക്കമ്പക്കാരനായ വേണുഗോപാലിന് സുഹൃത്തിന്റെ ക്യാമറ കണ്ടതോടെയാണ് ഫോട്ടോഗ്രാഫിയിൽ കമ്പം തുടങ്ങുന്നത്. 1961 ആര്യശാലയിലെ ജെമിനി സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കാനെത്തി. പഠനശേഷം നടൻ മുരളിയുടെ പിതാവ് വിഴിഞ്ഞത്ത് ആരംഭിച്ച സ്റ്റുഡിയോയിൽ ജോലിക്ക് ചേർന്നു. എന്റെ ഒരു 19 വയസ്സ് ആയില്ല, 18 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഇറങ്ങുന്നത്. 19 വയസ്സ് തുടങ്ങാം. 19 മുതൽ ഇപ്പൊ ഈ 84 വയസ്സ് വരെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുകയാണ്. അത് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കി. ഇന്നും എന്റെ ജീവിത അവസാനം വരെ ഇത് തന്നെയായിരിക്കും. ഇന്ന് ആർക്കും ഫോട്ടോ എടുക്കാം. എന്നാൽ മികച്ച ഫ്രെയിമുകൾക്ക് നല്ല ഫോട്ടോഗ്രാഫർ തന്നെ വേണമെന്നും വേണുഗോപാൽ പറയുന്നു. സിനിമയിലെ ഒരുപാട് സ്റ്റില്ലെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിയിലെ, മമ്മൂട്ടിയിലെ, പഴയ ഭീമന്റെ, മുകേഷ് ഒക്കെ, ഇവരെല്ലാം, നളിനി, ഇങ്ങനെ ഒരുപാട് പേര്. ഇവരെല്ലാം പ്രാധാന്യം ഇപ്പൊ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സിനിമ മുതൽ സംഘടനാ പ്രവർത്തനം വരെ നീളുന്നു അനുഭവ സമ്പത്ത്. ലെൻസിലൂടെ നോക്കുന്ന ഈ കണ്ണുകളിൽ ഒരാഗ്രഹം മാത്രം: ജീവിതാവസാനം വരെ ഫോട്ടോഗ്രാഫറായി തുടരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ